മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയുമായുള്ള വി ഡി സതീശന്റെ ആദ്യ കൂടിക്കാഴ്ചയാണിത്. പ്രധാനമന്ത്രിയുടെ സേവാതീർത്തിലെ ഓഫീസിൽ രാവിലെ 11:15 കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നാളെ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും മുഖ്യമന്ത്രിയുടെ മടക്കം. ടി.ജി. സജിത്ത് ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സജിത്ത്, മുഖ്യമന്ത്രിയായ ശേഷം വി ഡി സതീശൻ ആദ്യമായി പ്രധാനമന്ത്രിയെ സന്ദർശിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാകും പ്രധാനമായി ചർച്ചയാകാനുള്ള സാധ്യത? ഒന്നാമത്, കേരളം വലിയ തരത്തിലുള്ള ധനപ്രതിസന്ധി നേരിടുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ചർച്ചയാകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലേ? അനുശ്രീ, ഗുഡ് മോർണിംഗ്. എന്തായാലും ആ തരത്തിലുള്ള ചർച്ചകളാണ് പ്രതീക്ഷിക്കുന്നത്. വി ഡി സതീശൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു വട്ടം അദ്ദേഹം ഡൽഹി യാത്ര നടത്തിയെങ്കിലും അന്ന് പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. പുതിയ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിയുമായി കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ച ഒരു പതിവ് രീതിയാണ്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർശനം എന്ന പ്രത്യേകതയുണ്ട്. പ്രധാനമന്ത്രിയുമായി അദ്ദേഹത്തിന് 11:30 സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തിൻ്റെ വികസന വിഷയങ്ങൾക്കുള്ള പിന്തുണ തേടും. ഒപ്പം മറ്റേതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാവുമെന്ന കാര്യം ഇപ്പോഴും ഒരു സസ്പെൻസ് എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ പങ്കുവയ്ക്കുന്ന കാര്യം. ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശനും പറഞ്ഞത് തന്നെയാണ്. അതിന് പുറമെ അദ്ദേഹം ധനമന്ത്രി അടക്കമുള്ളവരുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. നിർമ്മല സീതാരാമനെ കാണും. ഒപ്പം തന്നെ നാളെ അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച. ഈ തരത്തിലാണ് ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ബജറ്റ് അവതരിപ്പിക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രി മറ്റു വകുപ്പുകൾക്കൊപ്പം ധനവകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള വ്യക്തിയാണ് വി ഡി സതീശൻ. അതുകൊണ്ട് ധനകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ആ തരത്തിൽ കൂടി നിർണായകമാണ്. സംസ്ഥാനത്തിൻ്റെ പൊതുവായ വികസന വിഷയങ്ങൾക്കപ്പുറം ഏതെങ്കിലും പ്രത്യേകമായ വിഷയങ്ങളിലേക്ക് ചർച്ചകൾ കടന്നു വരുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആദ്യ കൂടിക്കാഴ്ചയിൽ സാധാരണ അത്തരം വിഷയങ്ങളൊന്നും കടന്നു വരാറില്ല. പൊതുവായ കാര്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുക മാത്രമാണ് ഉണ്ടാവുക. ഒരു സൗഹൃദ സന്ദർശനം എന്ന രീതിയിലാണത് നടക്കാറുള്ളത്. ഇത്തവണയും അതുതന്നെയാണ് സാധ്യത. എന്നാൽ ധനമന്ത്രിയും അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ മറ്റു വിഷയങ്ങൾ കൂടി കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് ഇത്തവണ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം നേരത്തെ തന്നെ വന്നതാണ്. അപ്പോൾ ആ തരത്തിലുള്ള വിഹിതങ്ങൾ പങ്കിടൽ സംബന്ധിച്ചുള്ള ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ കെയറെയിലിന് ബദലായ പുതിയ റെയിൽവേ പദ്ധതി പ്രഖ്യാപനമൊക്കെ മനസ്സിലുണ്ട് എന്ന കാര്യം പുതിയ മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത്തരം എന്തെങ്കിലും വലിയ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശയവിനിമയങ്ങളോ മറ്റോ നടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി വി ഡി സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. ഇന്ന് രാവിലെ 11 മണിയോടെ ആ കൂടിക്കാഴ്ച ഡൽഹിയിൽ നടക്കും. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ടി.ജി. സജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.